മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവരുടെ പരമോന്നത ആചാര്യനായ പോപ്പിൻ്റെ പ്രവൃത്തികളും പോപ്പിൻ്റെ ഉപദേശങ്ങളും പോപ്പിൻ്റെ പ്രത്യേകതകളുമെല്ലാം ചേർത്ത് ഒരു പത്രം ജന്മഭൂമി എഡിറ്റോറിയൽ എഴുതിയിരുന്നു. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എഡിറ്റോറിയൽ. പോപ്പ് മാർപ്പാപ്പ മതപരിവർത്തനത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഞാനതൊന്ന് വായിക്കാം. മതപരിവർത്തനവും മാർപ്പാപ്പയും എന്നാണ് ടൈറ്റില്. ഏറെ പ്രത്യേകതകളും അതിലേറെ വൈവിധ്യങ്ങളുമുള്ള വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ശാരീരിക അവശത മൂലം ബെനഡിക്ട് 16 പദവി രാജിവെച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ മാർച്ച് 13 ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത്. യൂറോപ്പിന് പുറത്തു നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് ഇദ്ദേഹം. അർജന്റീനക്കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പ പുതിയ പദവിയിലെത്തും മുമ്പ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു. ഔദ്യോഗിക സംവിധാനങ്ങളും വസതിയും ഉപേക്ഷിച്ച് നഗര പ്രാന്തത്തിൽ താരതമ്യേന ചെറിയ ഫ്ളാറ്റിലായിരുന്നു അന്ന് അദ്ദേഹം താമസം. പൊതുഗതാഗത സംവിധാനം യാത്രയ്ക്ക് ഉപയോഗിച്ച് മാതൃക സൃഷ്ടിച്ച തിരുമേനി ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ കൂടിയാണ്. ദൈവശാസ്ത്ര മേഖലയിൽ സാധാരണക്കാരനായ യാഥാസ്ഥിതികൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗർഭഛിദ്രം, സ്വവർഗാനുരാഗം, സ്ത്രീ പൗരോഹിത്യം, വൈദിക ബ്രഹ്മചര്യം, കൃത്രിമ ജനന നിയന്ത്രണം മുതലായ വിഷയങ്ങളിൽ മുൻപുണ്ടായിരുന്ന നിലപാടുകളിൽ നിന്ന് മറുചേരിയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിന്നത്. മതപരിവർത്തന വിഷയത്തിലും നിലപാട് പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യത്യസ്തനായിരിക്കുകയാണ് ഇപ്പോൾ. മുൻഗാമികൾ സഭയുടെ എണ്ണം കൂട്ടാൻ മതപരിവർത്തനത്തിനാണ് മുൻഗണന നൽകിയിരുന്നത്. അതിന് ഏത് മാർഗവും ഏത് ചതിയും പറ്റിക്കലും വഞ്ചനയും പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ അവലംബിക്കാൻ ആഹ്വാനം ചെയ്തിരുന്ന സ്ഥാനത്താണ് 10 കൽപ്പനകളിൽ മുഖ്യമായി മതപരിവർത്തനം വേണ്ടെന്ന ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കിയിട്ടുള്ളത്. മതം മാറ്റത്തിന് നിർബന്ധിക്കരുത്. മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിക്കുക. മതം മാറ്റത്തിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് വഴി അയാളുടെ മതവിശ്വാസത്തെ മാനിക്കാതിരിക്കലാണ് മതം മാറാൻ അയാളെ നിർബന്ധിക്കുന്നതിന് തുല്യമാണ് ഇത്. മതം മാറ്റുന്നത് ഏറ്റവും മോശമാണ് എന്നാണ് മാർപ്പാപ്പ ഊന്നി പറഞ്ഞിട്ടുള്ളത്. മതം മാറ്റുന്നത് ഏറ്റവും മോശമാണ് എന്നാണ് മാർപ്പാപ്പ ഊന്നി പറഞ്ഞിട്ടുള്ളത്. മതം മാറ്റത്തിൻ്റെ അപകടം മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അക്ഷരപ്രതി ശരിയാണ്. ഭാരതത്തിൽ പല സംസ്ഥാനങ്ങളിലും മതം മാറ്റം മതവിശ്വാസികൾ തമ്മിൽ അകൽച്ചയ്ക്കും സംഘർഷയ്ക്കുമാണ് വഴിവെച്ചിട്ടുള്ളത്. അത് വളർന്ന കലാപങ്ങൾക്ക് വരെ വഴിവെച്ചിട്ടുണ്ട്. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഒഡീഷയിൽ സ്വാമി ലക്ഷ്മണാനന്ദ വധിക്കപ്പെട്ട സംഭവത്തിനിടയാക്കിയത്. മിഷണറി പ്രവർത്തനത്തിനെത്തിയ വിദേശ പാതിരിയും വധിക്കപ്പെട്ടു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിശ്വാസികൾ ഏറ്റുമുട്ടുന്ന സംഭവങ്ങളുണ്ടായി. ലോകമെമ്പാടും പ്രത്യേകിച്ച് ഭാരതത്തിൽ കത്തോലിക്ക സഭ പാവപ്പെട്ടവരെയും വനവാസികളെയും മതം മാറ്റുന്നുണ്ട്. കാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനത്തിൻ്റെ മറവിലാണ് മതം മാറ്റം. പണം നൽകിയും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും മറ്റുമാണ് ഈ മതം മാറ്റം. മതം മാറ്റപ്പെടുന്നവരിൽ കൂടുതലും ഹിന്ദു സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളാണ്. ഇടയ്ക്ക് ഒന്ന് മന്ദഗതിയിലായിരുന്ന മതം മാറ്റം ഏതാനും വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ശക്തമായിട്ടുണ്ട്. പൗരാണിക ഭാരതത്തിൻ്റെ അമൂല്യ സമ്പത്തായ ശാരീരിക മാനസിക ആത്മീയ ഔന്നിത്യത്തിനുള്ള യോഗ പോലും തങ്ങളുടേതാണെന്നും അത് ക്രിസ്തുവാണ് ആദ്യം പരിശീലിപ്പിച്ചതെന്നും പറഞ്ഞ മഹത്തായ ഹിന്ദു പാരമ്പര്യത്തെ
അവഹേളിക്കുന്നത് പോലെ ഉള്ള ശ്രമങ്ങളാണ് ഇവിടത്തെ കത്തോലിക്ക സഭയും ക്രൈസ്തവ സഭയും നടത്തി വരുന്നത്. കോടിക്കണക്കിന് രൂപയാണ് മതപരിവർത്തനത്തിനായി ഭാരതത്തിലേക്ക് ഒഴുകുന്നത്. പട്ടിണിയും പിന്നാക്കാവസ്ഥയും ചൂഷണം ചെയ്ത് മതം മാറ്റം ഊർജിതമാക്കാൻ ഹൈന്ദവ വിശ്വാസികളെ അപമാനിക്കാനും അവഹേളിക്കാനും വരെ മുതിർന്ന സംഭവങ്ങൾ നിരവധിയാണ്. യേശുവിൽ വിശ്വസിക്കാത്തവർ പാപിയാണ്, സ്വർഗരാജ്യം അവർക്കുള്ളതല്ല എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ക്രിസ്ത്യാനികളല്ലാത്തവരെയെല്ലാം പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 10 കൽപ്പനകളിൽ പകുതിയോടെങ്കിലും, പ്രത്യേകിച്ച് മതപരിവർത്തന വിഷയത്തിലെങ്കിലും സത്യസന്ധമായി നീതി പുലർത്തിയെങ്കിൽ അത് വലിയ ആശ്വാസമാകും. അടുത്തിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പുരോഹിതന്മാരുടെ ബാലപീഡനങ്ങളുൾപ്പെടെ സഭയുടെ ജീർണതകളെക്കുറിച്ചും വിരൽ ചൂണ്ടുകയുണ്ടായി. അതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രകൃതിയെ സംരക്ഷിക്കാനും അന്യരിൽ സ്വന്തം അഭിപ്രായം അടിച്ചേൽപ്പിക്കാതിരിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. അതേസമയം പൗരോഹിത്യം വിശ്വാസികളെ കൊണ്ട് ചെയ്യിക്കുന്ന കൃത്യങ്ങളിൽ ലജ്ജ തോന്നുന്നത് സ്വാഭാവികമാണ്. പ്രകൃതിയെ സംരക്ഷിക്കാനും പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ക്രിയാത്മക നിലപാട് കൈക്കൊള്ളാനും മാർപ്പാപ്പ അഭ്യർത്ഥന നടത്തുമ്പോഴും പ്രമാണിമാരുടെ താൽപര്യ സംരക്ഷണത്തിന് സഭാവിശ്വാസികളെ ചട്ടുകമാക്കുന്ന സംഭവങ്ങളും നിരവധിയാണ്. ജീവിക്കാൻ അനുവദിക്കുക എന്ന മാർപ്പാപ്പയുടെ ആഹ്വാനം പാഴായി പോകാതിരുന്നാൽ അത് ലോകത്തിന് തന്നെ ശുഭപ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. ഇത് മാർപ്പാപ്പയുടെ സന്ദേശമായ സ്ഥിതിക്ക് കേരളത്തിൽ നിന്ന് ഭാരതമെമ്പാടും പ്രചരിക്കുന്ന 40 ലക്ഷത്തോളം വരുന്ന പെയ്ഡും അൺപെയ്ഡുമായിട്ടുള്ള, അതുപോലെ തന്നെ ചാരിറ്റബിൾ വർക്കായിട്ടും സേവനമായിട്ടും പ്രവർത്തിക്കുന്ന 40 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ക്രിസ്ത്യാനികൾ, ഭാരതമെമ്പാടും ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്ന 40 ലക്ഷം പേരും 2.5 ലക്ഷം അച്ഛന്മാരും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും പറ്റിക്കലിലൂടെയും മാത്രമാണ് ഇക്കാലം അത്രയും ഭാരതത്തിലെ പാവപ്പെട്ട ഹിന്ദുക്കളെ മതം മാറ്റിയിരുന്നത്. അങ്ങനെ ശീലിച്ചു വന്നത് 400 വർഷം സെയിന്റ് ഫ്രാൻസിസ് സേവിയറെ പോലെ കൊല ചെയ്തും അവഹേളിച്ചും ക്ഷേത്രങ്ങൾ തകർത്തും മതപരിവർത്തനം നടത്തിയവനെ പൂജിക്കുന്ന ആ തലമുറയിലുള്ള ക്രിസ്ത്യാനികൾ മാർപ്പാപ്പ പറഞ്ഞത് കേൾക്കുമോ? ദൈവത്തിന് പോലും അറിഞ്ഞൂടാ. സെന്റ് തോമസ് ഇവിടെ വന്നിട്ടില്ലെന്ന് മാർപ്പാപ്പ പറഞ്ഞു. കേരളീയർ അനുകൂലിച്ചിട്ടില്ല, അത് സ്വീകരിച്ചിട്ടില്ല. ആദവും അവയിലൂടെയുമാണ് മാനവരാശി വന്നത് എന്നുള്ളത് അംഗീകരിക്കുന്നില്ല. ഡാർവിൻ തിയറിയാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഇവിടത്തെ ക്രിസ്ത്യാനികൾ അത് അംഗീകരിച്ചിട്ടില്ല. കുറേ കഴിയുമ്പോൾ മാർപ്പാപ്പയ്ക്ക് നിർദ്ദേശം നൽകാൻ ഇവിടത്തെ കുറേ സൂസവാക്യന്മാരും അതേപോലെ തന്നെയുള്ള കർദിനാൽമാരും എല്ലാം അങ്ങോട്ട് പോകും. ആ സമയമാവുമ്പോൾ ഈ വത്തിക്കാൻ എന്ന രാജ്യം കേരളത്തിലെ കോട്ടയത്ത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഒരു മതപരിവർത്തനം നടത്താൻ ഇത്രയും അധികം തിന്മകൾ ചെയ്തിട്ടുള്ള വേറെ ഒരു മതവും ലോകത്തിലില്ല. ഇൻക്വിസിഷൻ പോലെയെല്ലാം അതിൽ നിന്നെല്ലാം ലജ്ജ തോന്നി, അപകർഷത തോന്നി ആയിരിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രയും ദയനീയമായ മാപ്പപേക്ഷിക്കലും അതേപോലെ ഇത്രയും കാലം ചെയ്ത തിന്മകളിൽ നിന്ന് പിൻവലിക്കണമെന്ന് ക്രൈസ്തവ സഭയോട് പറഞ്ഞത് ഉറപ്പുണ്ട്. അധികാരവും അംഗബലവും സാമ്പത്തികവുമായിട്ട് ഉയർന്ന തട്ടിൽ നിൽക്കുന്ന കേരളത്തിലെ ക്രിസ്ത്യാനികൾ, ഭാരതത്തിന് പുറത്തുള്ളവര് ഇവിടേക്ക് ഒഴുക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ പൈസ കൊണ്ട് ഭാരതത്തെ 2020 ക്രിസ്ത്യൻ രാജ്യമാക്കി 2020 പാർലമെന്റിൽ ബൈബിള് വായിച്ച് പാർലമെന്റ് സമ്മേളനം നടത്തിക്കുമെന്ന് സുവിശേഷ പ്രസംഗത്തിൽ ഒരു TV ചാനലിൽ കണ്ടത് നടപ്പാക്കാൻ പോകുന്ന ഒരു സമൂഹം അവരുടെ യഥാർത്ഥ നേതാവ് പറഞ്ഞത് കേൾക്കുമെന്ന് ഒരിക്കലും തോന്നണില്ല. എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം, ഇനിയെങ്കിലും ഇവര് ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. കർത്താവേ, ഇവരോട് പൊറുക്കരുതേ
ഇവരെ ശരിയാക്കണമേ. ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ അല്ലയോ കർത്താവേ, നീ പറയുക, എൻ്റെ പേരുപയോഗിച്ച് ചതിയും വഞ്ചനയും ചെയ്യരുതെന്ന്. സർവശക്തനായ യഹോവയ്ക്കും അദ്ദേഹത്തിൻ്റെ പുത്രനും ഇവരെയെങ്കിലും മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ദൈവരാജ്യം ഇവിടെ വരുന്നത് കർത്താവേ എന്നും ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം. നമസ്കാരം.